രാത്രി എടുക്കുന്നതുകൊണ്ട് എത്രത്തോളം ക്ലിയറായിട്ട് കിട്ടും എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്നാലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ നേരത്തെ വീഡിയോ എടുക്കുന്നത്. ചിലപ്പോൾ വീഡിയോ കുറച്ചധികം നീളം ഉണ്ടാവാം. അപ്പം എന്നോട് കുറച്ച് ചോദ്യം ചോദിച്ചവർ എന്തായാലും കാണണം കേട്ടോ. അപ്പം എൻ്റെ സെക്കൻഡ് മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷമാവാൻ പോകുന്നു. സെപ്റ്റംബർ 8-ാം തീയതി 1 വർഷമാവും. അപ്പോൾ ഞാൻ കല്യാണം കഴിച്ച ശേഷം കുറച്ച് പേര് എന്നോട് ചോദിച്ചു, നിനക്ക് ഒറ്റയ്ക്ക് പണിയെടുത്ത് നോക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ നീ കല്യാണം കഴിച്ചത്? അപ്പോൾ അങ്ങനെ ഞാനൊന്നും പറഞ്ഞില്ല, ഒരു മറുപടി ഞാൻ അപ്പം പറഞ്ഞില്ല. അപ്പോൾ ഇപ്പം അവർക്ക് എല്ലാവർക്കും ഉള്ള മറുപടിയാണ്. കാരണം ഞാൻ അപ്പം മറുപടി കൊടുത്താൽ ഒരാൾക്ക് പിന്നെ എല്ലാവർക്കും ഞാൻ നേരത്തെ മറുപടി കൊടുക്കാൻ വെക്കണം. ഇതിപ്പോൾ ഒത്തിരി പേർക്കുണ്ടാവും, ചിലവർക്ക് ചോദിക്കാൻ മടിച്ചു നിൽക്കുന്നവരുണ്ടാവാം. കാരണം ഒരാൾ നല്ലത് ചെയ്യണതും നല്ലത് പറയുന്നതും കാണാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അതായത് പിള്ളേരെ നോക്കാൻ എനിക്ക് ഒറ്റയ്ക്ക് പറ്റാത്തതുകൊണ്ടാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പിള്ളേരെ നോക്കാണ്ട് അവരുടെ അച്ഛൻ പോയപ്പോൾ എനിക്ക് വേണമെങ്കിൽ അവനെ കേസ് കൊടുത്ത് ഏത് വിധേനയും പുറത്ത് ചാടിച്ചിട്ട് പിള്ളേർക്ക് ചിലവിന് കൊടുക്കാനുള്ളത് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അതുപോലും ചെയ്യാത്ത ഒരാളാണ് ഞാൻ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്നെയും പിള്ളേരെയും വേണ്ടാന്ന് വെച്ച് പോയ ഒരാളുടെ ചിലവിൽ പിന്നെ നമ്മൾ കേസ് കൊടുത്തിട്ടായാലും അങ്ങനെ ചിലവിന് കിട്ടി ജീവിക്കാൻ താല്പര്യമില്ല. അതിപ്പോൾ പിള്ളേർക്കായാലും അങ്ങനെ കിട്ടി ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. അവൻ്റെ മക്കൾക്ക് അവന് ചിലവിന് കൊടുക്കാൻ പറ്റിയെങ്കിൽ അവന് കൊടുക്കായിരുന്നു. ഇപ്പോഴായാലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ. 3 എണ്ണത്തിന് വളർത്തിയെടുത്തു. അതുകൊണ്ട് ആ ഒരു ചോദ്യത്തിന് അവിടെ ഒരു പ്രസക്തി ഇല്ല, കേട്ടില്ല. പിന്നെ ഒത്തിരി പേർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. സംശയങ്ങളൊക്കെ ഞാൻ മാറ്റിത്തരാം കേട്ടോ. എന്തുകൊണ്ടാണ് ഞാൻ പിള്ളേരുടെ അച്ഛനുമായിട്ട് പിരിഞ്ഞത് എന്നാണ് അവർക്ക് അറിയേണ്ടത്. പിള്ളേർക്ക് ചിലവിന് കൊടുക്കാറ്, വീട്ടിലേക്ക് ഒന്നും തന്നെ തരാറില്ല. ഫുള്ള് വെള്ളമടിക്കാൻ അതേപോലെ വീട്ടിൽ വരില്ല. എനിക്ക് പിന്നെ ചോദിക്കാനും പറയാനൊന്നും ആരില്ലാത്തതുകൊണ്ട് നമുക്ക് ഒന്നും പറ്റില്ല. അപ്പം ആദ്യമൊക്കെ ഞാനും അലമ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായി നാട്ടുകാരെ കേൾപ്പിക്കാമെന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു രക്ഷ ഉണ്ടാവാൻ പോകുന്നില്ല. നാട്ടുകാരെ നമുക്ക് കേൾപ്പിക്കാം, അവർക്കത് രസമാണ്. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കേൾക്കാനും കാണാനും രസമാണെന്ന് പറഞ്ഞ പോലെ അവർക്കതൊക്കെ ഒരു രസമായിരിക്കും. പിന്നെ ഞാൻ പതിയെ നിർത്തി. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിർത്തുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോണുണ്ട് ഇവിടെ. ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറയണത് അവന് ഇഷ്ടമാവില്ല. അതുകൊണ്ടാണ് 18 വയസ്സായ കുട്ടിയാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവനെ കേൾപ്പിച്ച് നമുക്കത് പറയാൻ പറ്റില്ല. അത് ഇഷ്ടമില്ലാതെ നമ്മളത് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയതാവുന്നത്. കേൾക്കുന്നവർ ചോദിക്കുമോ എന്തൊക്കെയോ ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കിയതാക്കി പറയാനോ. അങ്ങനെയല്ല, എനിക്ക് പേടിയില്ല. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു പേടിയില്ല. എൻ്റെ മക്കളെ വളർത്താൻ എനിക്ക് ദൈവം സഹായിച്ച് എനിക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രം മതി. അതിനിപ്പോൾ വേറൊരാൾ എനിക്ക് വേണം എന്നൊന്നുമില്ല. പിന്നെ ഓർമ്മ വച്ച കാലം തൊട്ട് അച്ഛൻ്റെ നിന്നായാലും അമ്മയുടെ നിന്നായാലും സ്നേഹം കിട്ടാതെ വളർന്ന ഒരാളാണ് ഞാൻ. എൻ്റെ അമ്മേനെയൊക്കെ ഞാൻ തന്നെയാണ് ഞാനൊരു 9ാം ക്ലാസ് തൊട്ടിട്ട് എന്നെക്കൊണ്ടാവുന്ന പണിക്കൊക്കെ ഞാൻ പോയിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട് എൻ്റെ അമ്മേനെ. എനിക്ക് ശരിക്കും പഠിക്കാൻ പോലും പറ്റിയിട്ടില്ല. നേഴ്സിങ്ങിന് എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു ഒരു നേഴ്സാവുക എന്നുള്ളത്. നേഴ്സിങ്ങിന് പോയിട്ട് പോലും എൻ്റെ അച്ഛൻ കുറച്ച് ടൈം പറഞ്ഞു, എനിക്ക് നിനക്ക് ഫീസൊന്നും തരാൻ പറ്റില്ല
എന്ന് പറഞ്ഞു. കാരണം അച്ഛനെ പിടിക്കാൻ തികയുന്നില്ല പൈസ. അങ്ങനെ ഞാൻ അവിടെ പോയിട്ട്, ഞാൻ പഠിച്ചിരുന്ന സ്ഥാപനത്തിൽ പോയിട്ട് എനിക്ക് അവരോട് അതിൻ്റെ അവിടെ ഒപ്പം ഉണ്ടായിരുന്ന കൂട്ടുകാർ, അതൊക്കെ ഇപ്പോൾ അല്ലെങ്കിൽ ഭയങ്കര സങ്കടം വരും. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് മോനുള്ളതുകൊണ്ട് അവന് ഇഷ്ടാവില്ല പല കാര്യങ്ങളും. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എന്തുകൊണ്ട് പിരിഞ്ഞു, സഹിച്ചു, ഒരുപാട് സഹിച്ചു. നമ്മൾ പറയുന്നു ഭൂമിയോളം താന്നു കൊടുത്തു എന്നൊക്കെ. അതിനപ്പുറം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്ത ആളാണ് ഞാൻ. കാരണം എനിക്കറിയാം, എനിക്ക് അച്ഛൻ്റെ സ്നേഹം കിട്ടിയിട്ടില്ല. എൻ്റെ അച്ഛൻ നന്നായി കുടിക്കുമായിരുന്നു. അച്ഛന് അതിനോട് മാത്രമായിരുന്നു ഇഷ്ടം. അപ്പോൾ എനിക്കറിയാം മറ്റുള്ളവരുടെ പരിഹാസം. മഞ്ജുവിൻ്റെ അച്ഛൻ കുടിച്ചിട്ട് അങ്ങനെ കിടന്നു, മഞ്ജുവിൻ്റെ അച്ഛൻ കുടിച്ചിട്ട് ഇങ്ങനെ കിടന്നു എന്നൊക്കെ ആൾക്കാർ പറയും. അപ്പോൾ ഒരു അച്ഛൻ്റെ സ്നേഹം കിട്ടാത്തതിൻ്റെ വിഷമം എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ സഹിച്ചു. 19 വർഷം ഞാൻ സഹിച്ചു. അപ്പോൾ ഇപ്പം നമുക്ക് ഇത്രയും നിർത്താം. ബാക്കി ഞാൻ പറയാം കേട്ടോ. അപ്പം ഇത് മാത്രമല്ല കേട്ടോ, ഞാൻ അയാളായിട്ട് പിരിയാനുള്ള കാരണം ഇത് മാത്രമൊന്നുമല്ല. ഒരു പെണ്ണിനും ക്ഷമിക്കാൻ പറ്റാത്ത ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഒരുപാട് കാരണങ്ങളിൽ ഒരു കാരണം കേട്ടോ. അതായത് ഓരോരുത്തരുടെ നിന്ന് കടം മേടിക്കുക, കള്ളു കുടിക്കുക, എന്നിട്ട് അവർ തിരിച്ച് പൈസ ചോദിക്കുമ്പോൾ പറയും വീട്ടിൽ പോയി ചോദിച്ചോളാൻ പറയുക. വീട്ടിൽ പോയിട്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അടുത്ത് പൈസ ഉണ്ടാവില്ല. ഞങ്ങൾ എൻ്റെ അടുത്തില്ല, ഇവിടെ വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല അയാൾ പൈസ മേടിച്ചെന്ന് പറഞ്ഞാൽ പോയി പറയും ഞങ്ങൾക്ക് പൈസ ആയിട്ട് വേണം നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇതെല്ലാം ഞാൻ പറയാം. അപ്പോൾ ഇപ്പോൾ എന്നോട് കുറച്ച് പേര് ചോദിച്ചതിനുള്ളൊരു ചോദ്യത്തിന് ഉത്തരമാണ്, ഒരിക്കലും എൻ്റെ മക്കളുടെ ചിലവിൻ്റെ കാര്യത്തിനോ ഒന്നിനും വേണ്ടിയിട്ടല്ല ഞാൻ കല്യാണം കഴിച്ചത്. എനിക്കൊരു കൂട്ട് വേണം, എന്നെ സ്നേഹിക്കാൻ ഒരാൾ വേണം, എനിക്ക് സ്നേഹിക്കാൻ ഒരാൾ വേണം. മക്കളൊക്കെ അവരവരുടേതായ ലോകത്താണ്. അവർക്ക് ഒരിക്കലും എൻ്റെ ആ ഒരു ഇതിലേക്കോ അല്ലെങ്കിൽ എൻ്റെ വിഷമങ്ങളെ കേൾക്കാനോ എൻ്റെ ഒപ്പം ഇരുന്നതാക്കാനോ ഒന്നിനും അവർക്ക് പറ്റില്ല. അതവരുടെ കുഴപ്പമില്ല കേട്ടോ. കാരണം അവരുടെ പ്രായം അതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നുമല്ല കേട്ടോ. എനിക്കത് ഇപ്പം പറഞ്ഞാൽ എനിക്ക് എൻ്റെ മോൻ എന്നെ ചീത്ത പറയും, ഞാൻ പറയാം.